ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ കലോത്സവങ്ങളൊക്കെ തുടങ്ങുകയായി അല്ലേ? ഒരുവിധം സ്കൂളുകളിലൊക്കെ കലോത്സവങ്ങൾ ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അത് അടുത്തടുത്ത ലെവലുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു കലോത്സവം റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗ് തന്നെയാണ് കേട്ടോ. പിന്നെ അന്ന് പിറന്നാളിൻ്റെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഈ ഡേറ്റ് ഓഫ് ബർത്തിനോടാണ് വലിയ താല്പര്യം എന്നുള്ളത്. അപ്പോൾ എന്തായാലും എൻ്റെ ഡിയോബിയുടെ അന്ന് മക്കൾ രണ്ടുപേരും തന്നിട്ടുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിലോ, എന്തായാലും ഭയങ്കര ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടാവും, ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് കേട്ടോ. വീട്ടിൽ കൊറിയർ വന്നപ്പോഴത്തേ ഓടി വന്ന് അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു പ്രതി. ഹാപ്പി ബർത്ത്ഡേ. ചെയ്തോ എന്നിട്ട് പൈസ ഇവിടെ വന്നിട്ട് കൊടുത്തു. ഞാൻ തിരിച്ചു അമ്മാച്ചി ഇന്നേ വരെ അങ്ങനെ ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും കൊടുത്തിട്ടില്ല. അതാണ് കുറച്ച് നേരമായിട്ട് ഇവിടെ കിടന്ന് പൈസ എന്റെ പേഴ്സ് എവിടെയെന്നൊക്കെ ചോദിച്ചു ഇവിടെ കിടന്ന് ഓടുന്നുണ്ടായിരുന്നു. നോക്കൂ, തുറന്നു നോക്കട്ടെ. നീ തപ്പി തെരഞ്ഞെടുത്തതാ? അത് ഞാൻ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കോ? ചോദിച്ചാ നമ്മുടെ ഫേവറേറ്റ് കളർ ഏതാ, ബ്ലാക്ക് ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച അമ്മേ. ഞാൻ ഫുൾ സെറ്റോ? ഫുൾ സെറ്റ്. നോക്കട്ടെ. നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഒരു നമുക്കിങ്ങനെ സർപ്രൈസ് ആയിട്ടൊക്കെ കുട്ടികൾ ഗിഫ്റ്റ് തരിക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്താ പറയുക, ബ്ലാക്ക്. അപ്പോൾ അതെൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു നല്ല ഭംഗിയുള്ള സ്വന്തമായിട്ട് സെലക്ട് ചെയ്തതാണ് കേട്ടോ പ്രതു. സ്കൂൾ കലോത്സവമാണെന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ പ്രതുവിൻ്റെ സ്കൂളിലത്തെ കലോത്സവമാണ്. അപ്പോൾ അത് ഞാൻ പ്രതുവിൻ്റെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത നമ്പർ ഇങ്ങനെ വിളിക്കും. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക. അങ്ങനെ ഇംഗ്ലീഷ് റെസിറ്റേഷൻ കഴിഞ്ഞു. അടുത്തത് ഹിന്ദി റെസിറ്റേഷൻ ആണ് കേട്ടോ. അപ്പം വേഗം തന്നെ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇംഗ്ലീഷ് റെസിറ്റേഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് ഹിന്ദിയും കൂടെ നോക്കാം. Baby
അങ്ങനെ ആ പ്രോഗ്രാമും കഴിഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് റിസൾട്ട് വരണവരെ നമ്മളവിടെ ഇരുന്നു. റിസൾട്ട് വന്ന സമയത്ത് ഇതേ പപ്പേനെ വിളിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ എന്തായിരുന്നു റിസൾട്ട് എന്നുള്ളത് നമുക്ക് കാണാം. ആ സന്തോഷം കാണിച്ചാൽ സന്തോഷം കാണിക്കും. കഴിഞ്ഞ വർഷം പാറുവിന്റെ എടുത്ത അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ പ്രതും എൻ്റെ കൂടെ തന്നെ വരികയാണ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നോക്കി എന്നാൽ ശരി പോവാം, കാരണം പ്രതുവിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ സ്കൂളിൽ ഇരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ ഇങ്ങനെ പലരുടെയും വീഡിയോസ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും സ്കൂട്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ വീഡിയോസ് എടുക്കണത്. അപ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഞാൻ ഇതുവരെ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല, എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രതുവിൻ്റെ അടുത്ത് പറഞ്ഞു, പ്രതു പിന്നിലിരുന്നിട്ട് നമ്മളിങ്ങനെ പോകുന്നത് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ അത്. ആരില്ലേ എല്ലാത്തിലും ഫസ്റ്റായി. ഞാനൊരു സാധനം തരട്ടെ. അപ്പൊ സർപ്രൈസ് പോയി. ഇന്നെ കാണണമെന്നൊന്നുമില്ല, കുഴപ്പമില്ല. പറ്റില്ല, ഇന്നെ കാണണമെന്നൊന്നുമില്ല, ഇന്നെ കാണണമെന്നില്ല, കുഴപ്പമില്ല. എന്താ തരട്ടെ. ഹാപ്പി ബർത്ത്ഡേ. തുറക്കട്ടെ. കാണിക്കൂ കാണിക്കൂ. കണ്ണൊക്കെ ശരിക്കും ആ ഫോട്ടോ അടിപൊളി, സൂപ്പർ. ഇത് കണ്ടോ, ഇതാണ് പാറുവിൻ്റെ ഗിഫ്റ്റ് കേട്ടോ. പാറു എൻ്റെ ഒരു ഡ്രോയിങ് പാറുവിൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് വരപ്പിച്ചതാണ് കേട്ടോ. എന്ത് നന്നായിട്ടുണ്ടല്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് ശരിക്കും നല്ല ഇഷ്ടപ്പെട്ടു. അംന എന്നു പേരുള്ള ഒരു കുട്ടി വരച്ചതാണേ. പാറുവിൻ്റെ ഫ്രണ്ടാണ്, കൂടെ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. നല്ലതായിട്ടുണ്ടല്ലേ. എനിക്കിത് ഒരുപാട് സന്തോഷമായിട്ട് അത് കയ്യിൽ കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അടുത്ത സർപ്രൈസ് ഗിഫ്റ്റ് ഫ്രം മൈ ബെസ്റ്റി ഒരു കിഡു കുർത്തി സെറ്റാണ്. നല്ല ഭംഗിയുണ്ട്, ടോപ്പും ബോട്ടും പിന്നെ അതുപോലെ തന്നെ ഷോളും ഒക്കെ വരുന്ന ഒരു കുർത്തി സെറ്റാണ്. ഞാനിത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ്. എന്തായാലും ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പ്രതു ഗിഫ്റ്റ് തന്നിട്ടുള്ള ഈ ഒരു കുർത്തി സെറ്റല്ലേ, ഇത് ഞാൻ അന്ന് ഷോർട്സിൽ ഇട്ട സമയത്ത് തന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ച് നേരിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെങ്ങനെയുണ്ട്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, പിന്നെ ക്ലോത്ത് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്കത് ഇട്ട് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൻ്റെ ബോട്ടം ഒക്കെ ഒരു സ്പെഷ്യൽ ആണ് കേട്ടോ. നമ്മളെ നോർമൽ ബോട്ടം ഒന്നല്ല, അതൊരു സ്പെഷ്യൽ ബോട്ടമാണ് അതിൽ വരുന്നത്. അപ്പം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മെഷീൻ വാഷ് ഞാൻ അത്ര അത് ഓക്കെ ആവുമെന്ന് തോന്നുന്നില്ല. ഞാനത് ഹാൻഡ് വാഷാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെഷീൻ വാഷ് ചെയ്താൽ ഈ പ്രിൻ്റൊക്കെ പോവോ എന്തോ അത്ര എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്ത സമയത്ത് എല്ലാവരും നല്ല കമൻസ് ആണ് പറയുകയും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വർഷത്തെ പിറന്നാൾ സർപ്രൈസുകൾ. ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്.
എല്ലാം ബ്ലാക്കിന്റെ വേറെ വേറെ ഡിസൈനുകളാണ്. കണ്ടോ? അപ്പൊ നമുക്ക് ചുറ്റുമുള്ളവര്, നമ്മളെ സ്നേഹിക്കുന്നവര് എത്ര മനോഹരമായിട്ട് നമ്മളെ മനസ്സിലാക്കുന്നല്ലേ. അപ്പൊ ഒത്തിരി സന്തോഷമുള്ള ഒരു വീഡിയോ. പൃഥുവിന്റെ കലോത്സവത്തിന്റെ കാര്യത്തിലാണെങ്കിലും എന്റെ ബർത്ത്ഡേന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് സന്തോഷമാണ്. അപ്പൊ കലോത്സവം വീഡിയോന്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം കാണാം. അതിലാണ് ഡാൻസ് ഐറ്റംസ് ഒക്കെ വരുന്നത്. അപ്പൊ എന്തായാലും നമ്മളുടെ ആ ഷോർട്സ് കണ്ടപ്പോൾ തന്നെ എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൃഥുവിനെ കണ്ടിട്ട്. അപ്പൊ എന്തായാലും ആ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.